ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അളവ് ബ്ലൗസിൽ നിന്നും ഡയറക്റ്റായി എങ്ങനെ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസിയായ ഒരു മെത്തേഡാണ്. ഒരുപാട് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അളവ് പീസ് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി ഫസ്റ്റ് ഒരു ക്ലോത്ത് നല്ല വൃത്തിയിൽ അയൺ ചെയ്തെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അളവ് ബ്ലൗസും നല്ല വൃത്തിയിൽ അയൺ ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അളവ് ബ്ലൗസിൽ നിന്നും ഡയറക്റ്റ് നമ്മൾ വെട്ടുകയാണെങ്കിൽ അളവ് ബ്ലൗസ് നല്ല രീതിയിൽ അയൺ ചെയ്ത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ബോഡി വെട്ടുന്നതാണെങ്കിലും ശരി, സ്ലീവ് വെട്ടുന്നതാണെങ്കിലും ശരി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ഫാബ്രിക്കിനെ ഇവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴ്ഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. എത്രയാണ് നമ്മൾ സ്ലീവിൽ മടക്കിയടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മാർജിൻ വിട്ടുകൊടുക്കേണ്ടതാണ്. അതിനുശേഷം സ്ലീവിനെ എടുത്ത് ഈ മാർജിനോട് ചേർത്ത് വയ്ക്കുക ഫോൾഡ് ഭാഗത്തു നിന്നും. അതിനുശേഷം നല്ല രീതിയിൽ വൃത്തിയിൽ വരുന്ന രീതിയിൽ നല്ല ചേർത്ത് വെക്കേണ്ടതാണ്. നല്ല രീതിയിൽ ചേർത്ത് ഒട്ടും പുറത്തൊന്നാകാതെ വെച്ചതിന് ശേഷം സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൻ്റെ ഭാഗത്ത് ആർമോൾ ജോയിന്റിൽ അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഇൻറ്റു മാർക്ക് ചെയ്ത് കൊടുക്കുക, പ്ലസ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഷോൾഡർ വരുന്ന ഭാഗത്ത് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിനെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. തയ്യൽ തുമ്പിനായി അരയിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അരയിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് സ്ലീവ് ഓപ്പണിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം 1.5 ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കാം. സ്ലീവ് മടക്കി വരുന്ന ഭാഗത്തേക്കായി അല്പം ക്രോസ് ചെയ്ത് കൊടുക്കാം മടക്കി അടിക്കുന്നതിലേക്ക് വേണ്ടി. ഇനി അരയിഞ്ച് ഷോൾഡർ ജോയിന്റിന് മാർജിൻ ഇട്ട ഭാഗത്തു നിന്നും സ്ട്രെയിറ്റ് ആയി ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം മെഷർമെന്റ് ടേപ്പ് ഉപയോഗിച്ച് ഇവിടെ നിന്നും ക്രോസായി അളന്ന് നോക്കുക. 8.25 വരുന്നുണ്ട്. 8.25ന്റെ നേരെ പകുതി 4 ഇഞ്ച് ഒരു പോയിന്റിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യുക. ആ ഒരു മാർക്കിനെ ഈ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്തു നിന്നും സ്ലീവിന്റെ സൈഡിലേക്കുള്ള ഈ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു ക്രോസ് ലൈൻ മാർക്ക് കൊടുക്കുക. നല്ല രീതിയിൽ തെളിഞ്ഞു വരണം. അതിന് നല്ല ക്രോസ് ലൈൻ മറിഞ്ഞു കൊടുത്ത ശേഷം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നും ഒരു 1.5 ഇഞ്ച് ദൂരത്ത് നിന്ന് ഇത്രയും ഭാഗം സ്ട്രെയിറ്റായി വെക്കേണ്ടതാണ്. അവിടെ നിന്നും ഒരു ഷേപ്പ് വരഞ്ഞ് എൻഡിൽ കൊണ്ടുവന്ന് ചേർക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സെൻറ്ററിൽ നിന്നും ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്ത ശേഷം ഇതേ 1.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് വെച്ച് അവിടെ നിന്നും ലൈറ്റായി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്ത ശേഷം ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് യോജിപ്പിക്കുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ആർക്കും ഡയറക്റ്റ് ബ്ലൗസിൽ നിന്നും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം മടക്കടിക്കുന്ന ആവശ്യത്തിലേക്കായി ക്രോസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗത്ത് റൗണ്ട് ഷേപ്പ് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ട് ബ്രേക്ക് മാറിപ്പോകാതിരിക്കാനായി ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. വളരെ ഈസിയായി സ്ലീവ് വെട്ടിയെടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. 3 തരത്തിലുള്ള സ്ലീവ് വെട്ടുന്നതും പഫ് സ്ലീവ് എങ്ങനെയാണ് വെട്ടുന്നതുമുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ അത് പോയി
കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. താങ്ക്